നമസ്കാരം. കേരള ടൈംസ് ട്രയൽ റൺ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പദത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ AICC അധ്യക്ഷൻ തീരുമാനിക്കും. AICC നിരീക്ഷകർ റിപ്പോർട്ട് ഇന്ന് നൽകും. ഇടതുപക്ഷത്ത് ആത്മപരിശോധന. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തിയേക്കും. തമിഴ്നാട്ടിലും അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് ജോസഫ് വിജയ് ഓടിക്കിതയ്ക്കുന്നു. ബംഗാളിൽ നിയമസഭ പിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുകയാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവർക്കിടയിൽ സമവായമുണ്ടാക്കാൻ ഹൈക്കമാൻഡ് നിയുക്ത MLA-മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമാകാതെ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പട നയിച്ചവർക്ക് ഭരണം കിട്ടണമെന്നും ഒരു MLA തന്നെ മുഖ്യമന്ത്രിയാകണമെന്നും അഭിപ്രായപ്പെടുന്നു. കേരളത്തിന് അധിക ബാധ്യത വരുത്തിക്കൊണ്ടും വോട്ടർമാരെ വിഡ്ഢികളാക്കിക്കൊണ്ടും 63 പേരിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് പകരമായി ഒരു MP-യെ കൂടി കളത്തിൽ കൊണ്ടുവന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. 5 വർഷമായി UDF-നെ നയിച്ച ഒരാൾ MLA-ആയി വിജയിച്ചിരിക്കെ സീനിയോറിറ്റിയുടെ പേരിലും MLA-മാരുടെ പിന്തുണ പറഞ്ഞും ചർച്ചകൾ നടത്തുന്നത് തന്നെ വിരോധാഭാസമാണ്. ഘടകകക്ഷികളും പൊതുജനങ്ങളും പറയുന്നത് പോലെ പട നയിച്ചവൻ തന്നെ ഭരിക്കാൻ അവസരം നൽകി. കോൺഗ്രസ് പ്രശ്നം അവസാനിപ്പിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കണം. MLA-മാർ അല്ലാത്തവരെ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്നും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ 6 മാസത്തിനുള്ളിൽ MP സ്ഥാനം രാജിവെച്ചും നിലവിലെ ഏതെങ്കിലും MLA രാജിവെച്ചും മുഖ്യമന്ത്രിയെ വിജയിപ്പിക്കേണ്ടി വരുന്നതും MP-യെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നതും ഒഴിവാക്കി പൊതുജനവികാരത്തിനും ജനാധിപത്യ മര്യാദയ്ക്കും വഴി തുറക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. ഇതിനിടയിൽ ഘടകകക്ഷികൾ കൂടുതൽ മന്ത്രിമാരെ വേണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് ഒഴികെ മറ്റൊരു കക്ഷിക്കും ഒന്നിൽ കൂടുതൽ മന്ത്രിമാരെ നൽകില്ലെന്നും ചെറിയ കക്ഷികൾക്ക് ടേം അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ നൽകാം എന്നുമാണ് പറയുന്നത്. സത്യത്തിൽ ജനം നൽകിയ ഈ അവസരം കോൺഗ്രസും ഘടകകക്ഷികളും അമ്മാനമാടുകയാണ്. ഇവിടെയാണ് ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഉതകുമെന്ന് സമർത്ഥിക്കുന്നത്. പലപ്പോഴും മുന്നണി രാഷ്ട്രീയം വീതം വെപ്പിൻ്റെതാണ്. ഇതൊഴിവാക്കിയാൽ മാത്രമേ രാജ്യം വികസിക്കുകയുള്ളൂ. ഇതിനായി നമുക്ക് കാത്തിരിക്കാം. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ TVK നെട്ടോട്ടമോടുകയാണ്. 118 പേരുടെ പിന്തുണക്കത്തുമായി വന്നാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകുകയുള്ളൂ എന്ന് ഗവർണർ വ്യക്തമാക്കി. 234 അംഗങ്ങളുള്ള നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 6 പേരുടെ കൂടി പിന്തുണ ഉറപ്പാക്കണം. 113 മണ്ഡലങ്ങളിൽ TVK വിജയിച്ചുവെങ്കിലും 2 വിജയ് തന്നെ ജയിച്ചു വന്നതുകൊണ്ട് നിലവിൽ TVKക്ക് 112 പേർ മാത്രമേയുള്ളൂ. പശ്ചിമ ബംഗാളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി BJP അധികാരം ഉറപ്പിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ അഴിമതിയും അരാജകത്വവും നടന്നു എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സമര പരിപാടികളിലേക്ക് പോകുമ്പോൾ കാലാവധി കഴിഞ്ഞ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ സത്യപ്രതിജ്ഞ നടത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആഗോള പ്രതീകമായ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമാണിന്ന്. മാനവികതയെ സജീവമായി നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കേരളത്തിൽ പ്രളയകാലത്തും കോവിഡ് മാരിയുടെ സമയത്തും റെഡ് ക്രോസ് വോളണ്ടിയർമാർ നടത്തിയ സേവനങ്ങൾ നാം വിസ്മരിച്ചുകൂടാ. നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നതിന്റെ അടയാളമാണ് ഈ റെഡ് ക്രോസ് വോളണ്ടിയർമാർ. എല്ലാ റെഡ് ക്രോസ് വോളണ്ടിയർമാർക്കും
കേരള ടൈംസ് കുടുംബത്തിന്റെയും പ്രേക്ഷകരുടെയും ആശംസകൾ. ദേശീയ തലത്തിൽ മെയ് മാസം വേനലിന്റെ കാഠിന്യമേറുന്ന സമയമാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു. ജലസംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിനും രാജ്യം കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദിനങ്ങൾ കൂടിയാണ് ഈ മെയ് മാസം. കേരളത്തിൽ വേനൽ മഴയുടെ ലഭ്യത വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. കൃഷിക്കാർക്ക് ആശ്വാസം നൽകുന്നതാണെങ്കിലും പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.